തിരുവനന്തപുരം ആനാവൂരിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ ആളെ രക്ഷപ്പെടുത്തി. ആലത്തൂർ സ്വദേശി ഷൈലിനായിരുന്നു മണ്ണിനടിയിൽ കുടുങ്ങിയത്. അരയ്ക്ക് താഴെയുള്ള ഭാഗമാണ് മണ്ണിനടിയിലായത്. മണ്ണിടിഞ്ഞു വീണായിരുന്നു അപകടം. ഷൈലിനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MG പ്രതീഷ് വിവരങ്ങളുമായി ചേർന്നു. പ്രതീഷ്, ഷൈലിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഹാഷ്മി, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ആനാവൂരിൽ അപകടമുണ്ടാകുന്നത്. കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് തൊഴിലാളിയുടെ ദേഹത്തോട് വീഴുകയായിരുന്നു. ഈ തൊഴിലാളിയുടെ അരയ്ക്ക് താഴെയുള്ള ഭാഗമാണ് മണ്ണിനടിയിൽ കുടുങ്ങിയത്. തുടർന്ന് പോലീസും ഫയർഫോഴ്സും ഒപ്പമുണ്ടായിരുന്ന മറ്റ് തൊഴിലാളികളും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഏറ്റവും ആശ്വാസകരമായ കാര്യം നിസ്സാര പരിക്കുകളോടെ ഈ തൊഴിലാളിയെ മണ്ണിനടിയിൽ നിന്ന് പുറത്തെടുത്തു എന്നതാണ്. അല്പസമയം മുമ്പ് തൊഴിലാളി അവിടെ നിന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സാരമായ ചെറിയ പരിക്കുകൾ മാത്രമേ ഈ തൊഴിലാളികൾക്കുള്ളൂ. നെയ്യാറ്റിൻകര ആനാവൂർ സ്വദേശി ഷൈലനാണ് ഇത്തരത്തിൽ മണ്ണിനടിയിൽ കുടുങ്ങിയത്. ഈ ജോലി ചെയ്യുന്നതിനിടെ അപ്രതീക്ഷിതമായി മണ്ണിടിഞ്ഞ് വീഴുകയും തൊഴിലാളി ഈ ചെറിയ കുഴിയിലേക്ക് അകപ്പെടുകയായിരുന്നു. വീണ ശേഷം തൊഴിലാളിക്ക് മുകളിലൂടെ കൂടുതൽ മണ്ണ് ഇടിഞ്ഞ് വീണതോടുകൂടിയാണ് ഈ മണ്ണിൽ തൊഴിലാളി അകപ്പെട്ടത്. ഈ മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് തൊഴിലാളിയെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. കാരണം ഏകദേശം 1 മണിക്കൂറോളം മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തിയാണ് പരിക്കുകളൊന്നും തന്നെ കൂടാതെ ആനാവൂർ സ്വദേശിയായ ഷൈലനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള പരിക്കുകളൊക്കെ തന്നെ സാരമായ പരിക്കുകൾ എന്നതാണ് ആശുപത്രിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഹാഷ്മി, MG പ്രതീക്ഷയാണ് വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ആ അപകടത്തിൽ ഷൈലിന് പരിക്കില്ലാതെ രക്ഷപ്പെടുത്തുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അത് രക്ഷാദൗത്യ സംഘത്തിന്റെ മികവ്.